നേപ്പാളിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നേപ്പാളിലെ യുവജനങ്ങൾ പ്രക്ഷോഭിതരായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അവിടുത്തെ മീഡിയയുടെ റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോഴാണ്, അവർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രലോഭനം ഗ്രൂപ്പായിട്ട് ആ ദേശം മുഴുവനും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇറങ്ങി. ഇത് മീഡിയയിലൂടെ തന്നെ സംഭവിച്ചതാണ്. അവർ മീഡിയയിലൂടെ മെസ്സേജുകൾ അയച്ച് അവരെല്ലാവരോട് ചേർന്ന് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി. 19-20ഓളം പേര് മരിച്ചു, 100ഓളം പേര് മുറിവേൽക്കപ്പെട്ടു. ഇനിയും പുറത്തു വന്നിട്ടില്ല ന്യൂസുകളൊന്നും. ഇത്രമാത്രം ക്രൂരമായ ഒരു മൂവ്മെൻറ്റിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ നേപ്പാളിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നേപ്പാളിൽ നമ്മുടെ മിഷണറീസുണ്ട്, ദൈവമക്കളുണ്ട്, അനേകർ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നേപ്പാൾ ദൈവം കണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, നമ്മുടെ നെയ്ബറിങ് കൺട്രി കൂടെയാണ്. അവിടുത്തെ റിവൈവൽ വേഗത്തിലാണ് നടക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് തോന്നും, ഭയം തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ ഗൂഢാലോചനകളും വിഷയങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അപ്പോൾ രാജകീയ സാമ്രാജ്യമായിരുന്നു അവിടെ. ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ ആ പ്രശ്നങ്ങൾ കാരണം എല്ലാം കൂടെ കുളമായിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ യുവജനങ്ങൾ, അവിടെയുള്ള യുവജനങ്ങൾ അവർ ദൈവത്തെ അറിയുവാൻ ഇടയാകട്ടെ. അവർ മനസ്സ് ദൈവത്തോട് അടുക്കട്ടെ. മീഡിയയേക്കാൾ വലുതായി കർത്താവിനെ അവർ ഉയർത്തട്ടെ. അവരുടെ ഹൃദയങ്ങളിലെ ദൈവമായി വച്ചിരിക്കുന്ന ഐഡൽ വർഷിപ്പുകളെല്ലാം ഉടച്ച് ആ ദേശത്തുള്ള എല്ലാ ബിംബാരാധനകളെയും തകർത്ത് ദൈവം ജീവനുള്ള ദൈവമായി അവിടെ പ്രത്യക്ഷപ്പെടട്ടെ. അവരുടെ ജീവിതങ്ങളിൽ അവർ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവരുടെ കൺട്രോൾ ഏറ്റെടുക്കട്ടെ. ദൈവദാസന്മാർ, ദാസികൾ അന്ത്യകാലത്തിൽ എഴുന്നേൽക്കേണ്ടവർ എഴുന്നേൽക്കട്ടെ. ദൈവം തൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യട്ടെ. ഇത് അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നേപ്പാളിനെ ദൈവം തൊട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടുത്തെ അധികാരികളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, അധികാരത്തിൻ്റെ മേലും അധികാരിയായ സർവശക്തൻ്റെ കരമ രാജാവിൻ്റെ ഹൃദയമേ കോവിഡ് കയ്യിൽ നിർത്തോട് കണക്കിരിക്കുന്നു. അനേക കോരേശികളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അനേക ദാവീദിനെ എഴുന്നേൽപ്പിക്കട്ടെ. പത്രോസിനെ, പൗലൂസിനെ, നുംഫയെ, പ്രിസ്കില്ലയെ, യൂനിയാവിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചതിനായി, പ്രിസ്കില്ല എഴുന്നേൽപ്പിച്ചതിനായി, ലുദിയ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. നെവർ ഗീവ് അപ്പ്.